Hi everyone, welcome to a new class of history. I am your history faculty Ashif. This is D-Zone and Hybrid Campus. So, നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹിസ്റ്ററിന്റെ ആദ്യത്തെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി ഒരു ആമുഖം എന്നായിരുന്നു ആ ഒരു വീഡിയോയുടെ പേര്. അപ്പൊ അത് കാണാത്തവർ എന്തായാലും കാണണം. കാരണം ഒരു വീട് എന്ന് പറയുമ്പോൾ അതിനൊരു തറ ഉണ്ടാവും അല്ലെ, ഒരു ബേസ് ഉണ്ടാകും. ആ ബേസ് കിട്ടിയാലേ ബാക്കി നമുക്ക് ഇങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഹിസ്റ്ററി ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ ഒരു ബേസ് എന്നോളം നമ്മൾ ചെയ്ത വീഡിയോ ആണ്. അപ്പൊ ഇതെല്ലാവരും കൃത്യമായിട്ട് കാണും. എനിവേ, ആ ഒരു വീഡിയോയിലൂടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു, എന്താണ് ഈ ഒരു സബ്ജക്ട്, എന്താണ് ഹിസ്റ്ററി, ഹിസ്റ്ററി പുസ്തകത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതുപോലെ തന്നെ ഹിസ്റ്ററി എക്സാം എങ്ങനെയായിരിക്കും, അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ, അത് മാത്രം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ കളത്തിലേക്ക് ഇറങ്ങണം അല്ലെ, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ഫോക്കസ് ഏരിയസ് ഒക്കെ നമ്മൾ ഇതിൽ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് കളത്തിലേക്ക് ഇറങ്ങാണ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങാണ്. അപ്പൊ ആദ്യത്തെ ഫോക്കസ് ഏരിയ ഏതാണ്? മൊഡ്യൂൾ 1 ഫോക്കസ് ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം എന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ആദ്യത്തെ ഒരു ഫോക്കസ് ഏരിയ വരുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ള ചാപ്റ്റർ 3 ആണ്. എന്താണ് ഹാരപ്പൻ സംസ്കാരം? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസ് ഒന്നും എക്സാമിന് വേണ്ടി മാത്രമല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മളൊരു ഇന്ത്യൻ പൗരനായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഈ ഒരു ഇന്ത്യയിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരം ഏത്, നമ്മളൊന്ന് ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, നാളെ ഒരു അമേരിക്കക്കാരൻ വന്ന് ചോദിക്കുകയാണ്, നീ ഇന്ത്യക്കാരനല്ലേ, ഇന്ത്യയിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരം ഏതാ പറ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഹാരപ്പൻ സംസ്കാരം. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഈ ഒരു സംസ്കാരത്തിന് നമ്മുടെ സമയം, ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ BC 2700 മുതൽ BC 1700 വരെയാണ് ഇതിന്റെ കാലഘട്ടം. ഈ ഒരു സംസ്കാരത്തിന് 3 പേരുകളുണ്ട്. ഒന്നാമത്തെ പേരെന്താ? ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ, ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരം. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്നൊരു പേര് കിട്ടി? എല്ലാത്തിനും അങ്ങനെ ഒരു പേര് കിട്ടാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഹാരപ്പ എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ്, ഒരു സ്ഥലമാണ്. അപ്പൊ ഹാരപ്പ എന്ന പ്രദേശത്ത് നിന്നാണ് ഈ ഒരു സംസ്കാരത്തിന്റെ ആദ്യത്തെ സോഴ്സുകൾ, തെളിവുകൾ കിട്ടി എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്? ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഒരു പേരാണ് സിന്ധു നദീതട സംസ്കാരം. എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സംസ്കാരത്തിലെ ആളുകൾ സിന്ധു നദീതീരത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. അതുപോലെ വെങ്കലയുഗ സംസ്കാരം എന്നൊരു പേരുണ്ട്. അപ്പൊ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിന് 3 പേരുകളുണ്ട്. ഏതൊക്കെയാണ്? ഹാരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം, വെങ്കലയുഗ സംസ്കാരം. അപ്പൊ ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹാരപ്പയിലെ പ്രധാനപ്പെട്ട 2-3 കേന്ദ്രങ്ങളും കൂടി ഓർത്തു വെക്കുക. ഒന്ന് ഹാരപ്പ തന്നെ, പ്രധാനപ്പെട്ട ഹാരപ്പൻ പട്ടണം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാണ് ഹാരപ്പ. അതുപോലെ തന്നെ മോഹൻജദാരോ, ഖാലിബംഗൻ, ലാദോൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. അപ്പൊ നമ്മൾ എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ സംസ്കാരം. അപ്പൊ ആ ഒരു സംസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് നോക്കാം. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അവരുടെ തൊഴില് അല്ലെ, അവരുടെ ജോലി. ഇപ്പൊ നമ്മൾ കേരളക്കാരുടെ ജോലി എന്തെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഏതായിരിക്കും? ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ. പഴയ ആളുകളുടെ പുരാതന കാലഘട്ടം, അത്രയും BC 2700 ഒക്കെയാണ്. അപ്പൊ പഴയ ആളുകളുടെ ഒരു ആക്ടിവിറ്റി, ജോലി എന്തായിരിക്കും? യെസ്, അഫ്കോഴ്സ് അത് കൃഷിയായിരിക്കും അല്ലെ. പഴയ ആളുകൾ എന്ന് പറയുമ്പോൾ കൃഷിയാണ്. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് കൃഷി. അവരുടെ പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു കൃഷി. മെജോറിറ്റി ആളുകളും കൃഷി ചെയ്യുന്നവരായിരുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അവരുടെ തൊഴിലാണ് മൃഗപരിപാലനം. അവര് കഴുതകളെയും കുതിരകളെയും ഒക്കെ അവരുടെ ചുമടുകൾ ഇതാക്കാൻ വേണ്ടിയിട്ടും പിന്നെ പശു, അതിനൊക്കെ അവരിണക്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മൃഗപരിപാലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മൃഗപരിപാലനം എന്നുള്ളതും അവർക്ക് ഏറ്റവും അവരുടെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. അതിൽ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം, ഇപ്പൊ മൃഗപരിപാലനം നമ്മൾ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതിൽ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഹംപ്ഡ് ബുൾ അഥവാ മുതുകുയർന്ന കാളയാണ്. മേ ബി ഒബ്ജക്റ്റീവ് MCQ ഒക്കെ ചോദിക്കാം. അപ്പൊ മുതുകുയർന്ന കാളയാണ് കേട്ടോ. ഇനി അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കലയും കൈവേലകളും എന്നൊക്കെ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ മൺപാത്രങ്ങൾ നിർമ്മിക്കുക, ആഭരണങ്ങൾ നിർമ്മിക്കുക, അതുപോലെ ശില്പങ്ങളൊക്കെ, ശില്പകല എന്നൊക്കെ പറയല്ലോ, ശില്പങ്ങളൊക്കെ നിർമ്മിക്കുക തുടങ്ങിയ
കലയും കൈവേലകളുമാണ് അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട തൊഴിൽ. ഇനി പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു തൊഴിലാണ് വ്യാപാരം, കച്ചവടം. ഇപ്പൊ നമുക്കൊക്കെ കച്ചവടം ഉണ്ട് അല്ലെ, നമ്മളെ പ്രധാനപ്പെട്ട കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായിട്ട് നമുക്ക് കച്ചവടം പറയാം. അതുപോലെ ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിരുന്നു ട്രേഡ്, കച്ചവടം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് 3 ബോക്സ് ആയിട്ട് കാണാം. അഗ്രികൾച്ചർ, കൃഷി. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. പലപ്പോഴും എക്സാമിന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഓർത്ത് വെക്കുക? ഒന്ന് കൃഷിയാണ്. രണ്ടാമത്തെ ഇവിടെ ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ്, കലയും കൈവേലകളും. അവിടെ തന്നെ ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കി വെക്കുക. മൺപാത്രങ്ങൾ നിർമ്മിക്കുക, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, ശില്പങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയതൊക്കെയാണ്. മൂന്നാമത്തത് ട്രേഡ് ആണ്, വ്യാപാരം. അതും കച്ചവടം നടത്തുക എന്നുള്ളതും അവരുടെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആണ്. നാലാമത്തെ ഒന്നുകൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിവിടെ ബോക്സിലില്ല, നിങ്ങൾ ആഡ് ചെയ്യുക. എന്താണ്? മൃഗപരിപാലനം അല്ലെ, മൃഗങ്ങളെ പരിപാലിച്ചിട്ടും അത്തരത്തിലും അവരുടെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു. അപ്പം അതൊന്ന് ഓർത്തു വെക്കാം. ഇനി രണ്ടാമത്തെ, ഇപ്പൊ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ പറയാനല്ലേ, ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റിയെ കുറിച്ച് ഇപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി അവരുടെ ഒരു റിലീജിയസ് ലൈഫ് നോക്കാം അല്ലെ, മതപരമായിട്ടുള്ള ഒരു ജീവിതം എങ്ങനെയായിരിക്കും? നമുക്ക് ആദ്യം മതം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചുറ്റുപാടുള്ള മതങ്ങൾ ഓർമ്മ വരും അല്ലെ, ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദു മതം, ക്രിസ്ത്യൻ മതം, ഇതൊക്കെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇത്തരം മതങ്ങളൊന്നും ഉണ്ടാവില്ല. BC 2700 മുതലൊക്കെയാണ് അല്ലെ. അപ്പൊ അന്ന് അവരുടെ ഒരു മതജീവിതം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്. അവർക്ക് പ്രകൃതിയാണ് എല്ലാം. അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നത് പ്രകൃതി ദേവതയാണ്, അല്ലെങ്കിൽ ഭൂമി ദേവതയാണ് അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നത് പറയാം. അപ്പൊ നമുക്ക് അവരുടെ ഒരു റിലീജിയസ് ലൈഫ്, ഹാരപ്പൻ സിവിലൈസേഷന്റെ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു മതജീവിതം നോക്കാം. അവര് ഭൂമി ദേവതയാണ് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു പ്രകൃതി, ഭൂമി ദേവത, പ്രകൃതി ദേവത എന്നൊക്കെ ഒരേ അർത്ഥമാണ്. ഭൂമി ദേവതയാണ്, പ്രകൃതി ദേവതയാണ് അവര് ആരാധിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഈ പ്രകൃതി ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ അഗ്നിപൂജ, മൃഗബലി, ജലാരാധന, ഇതൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. അഗ്നിപൂജയും മൃഗബലിയും ജലാരാധനയും ഒക്കെ അവർ നടത്തിയതായിട്ടുള്ള തെളിവുകളുണ്ട്. അതുപോലെ അവർക്ക് മന്ത്രവാദത്തിലും ഭൂതപ്രേതാദികളിലും ഏലസ് കെട്ടുന്നതിലൊക്കെ വിശ്വാസമുണ്ട്. മന്ത്രവാദം, ഭൂതപ്രേതാദികൾ, ഏലസ് കെട്ടുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ മരണാനന്തര ജീവിതത്തിലും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് അവരുടെ ഒരു മതപരമായിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത്. പ്രത്യേകിച്ച് ഓർക്കുക, മതം എന്ന് പറയുമ്പോൾ ഹിന്ദു മതമോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതമോ ഇസ്ലാം മതമോ ഒന്നുമല്ല, മറിച്ച് എന്താണ്? പ്രകൃതിയാണ് അവരുടെ ദൈവം. പ്രകൃതി ദേവതയാണ്, ഭൂമി ദേവതയാണ് അവർ ആരാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു പോയിന്റ് മറക്കാതിരിക്കാം. അതുപോലെ തന്നെ അവർക്ക് ഈ മന്ത്രവാദത്തിലും ഭൂതപ്രേതങ്ങളിലും അതുപോലെ ഏലസ് കിട്ടുന്നതിലൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. മരണാനന്തര ജീവിതത്തിലും ഹാരപ്പൻ സംസ്കാരത്തിലെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് പഠിച്ചു. അതുപോലെ തന്നെ ആ ഒരു സംസ്കാരത്തിന്റെ റിലീജിയസ് ലൈഫ്, മതപരമായിട്ടുള്ള കാഴ്ചപ്പാടും പഠിച്ചു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അവരുടെ ടൗൺ പ്ലാനിംഗ് ആണ്. എങ്ങനെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു ടൗൺ പ്ലാനിങ്, അവരുടെ ടൗണുകൾ എങ്ങനെയായിരുന്നു, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നാണ് മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം, വളരെ സിമ്പിൾ ആണ്. ഹാരപ്പൻ പട്ടണങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ട്. കോട്ട, കീഴ്പട്ടണം എന്നിങ്ങനെ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു ഹാരപ്പൻ പട്ടണങ്ങൾക്ക്. അപ്പൊ കോട്ടയിൽ താമസിക്കുന്നത് ആരാണ്? ഭരണവർഗവും. കീഴ്പട്ടണത്തിൽ താമസിക്കുന്നത് സാധാരണ ജനങ്ങളുമാണ്. സിമ്പിൾ പോയിന്റ് അല്ലേ? ഹാരപ്പൻ പട്ടണങ്ങൾക്ക് 2 ഭാഗങ്ങളുണ്ട്, കോട്ട, കീഴ്പട്ടണം. കോട്ടയിൽ ഭരണവർഗാണ് താമസിക്കുന്നത്, കീഴ്പട്ടണത്തില് സാധാരണ ജനങ്ങളാണ്. അതുപോലെ തന്നെ അവിടെ ഒരു വീടുകളുടെ രീതി എന്ന് പറയുമ്പോൾ ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുടെ ഇരുവശത്തിലാണ് വീടുകൾ. ഓക്കെ, നമ്മളിവിടെ വില്ലാസ് ഒക്കെ കണ്ടിട്ടില്ലേ, കോളനി അല്ലെങ്കിൽ വില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു തെരുവ് വളരെ ആസൂത്രിതമായിട്ട്, ഓൾറെഡി ഉള്ള തെരുവല്ല, നമ്മൾ ഉണ്ടാക്കുന്ന തെരുവാണ്, അതിനാണ് നമ്മൾ ആസൂത്രിതമായി എന്ന് പറയുന്നത് അല്ലെ. ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുടെ ചുറ്റും എന്താണ്? വീടുകൾ. ആ ഒരു രീതിയിലാണ് ഹാരപ്പൻ സംസ്കാരം. നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് അല്ലെ, ഒരു തെരുവുണ്ട്, ആസൂത്രിതമായിട്ടുള്ള ഒരു തെരുവുകൾക്ക് ചുറ്റും വീടുകൾ എന്ന രീതിയിലാണ് അവരുടെ വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീടുകളെ കുറിച്ച് പറയുമ്പോൾ 1 നിലയിലെ വീടുണ്ട്, 2 നിലയിലെ വീടുണ്ട്. അതുപോലെ എല്ലാ വീടിനും ഒരു നടുമുറ്റവും കിണറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ വീട്ടിലും ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ആദ്യത്തെ 2 ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അവരുടെ ഡ്രൈനേജ് സിസ്റ്റം അഥവാ അഴുക്ക് ചാൽ സമ്പ്രദായം എന്ന് പറയും. ഹാരപ്പൻ ജനത വൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അഴുക്ക് ചാൽ സമ്പ്രദായം അവർക്കുണ്ടായിരുന്നു. അഴുക്ക് ചാൽ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഓരോ വീടിനും ഓരോ അഴുക്കുചാലുണ്ട്. ആ അഴുക്കുചാൽ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട പട്ടണത്തിലെ അഴുക്കുചാലിലേക്ക് ബന്ധിപ്പിച്ചിരിക്കും. ഇത്തരത്തില് വളരെയധികം വൃത്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ടൗൺ പ്ലാനിംഗ് ആണ് ഹാരപ്പൻ സംസ്കാരത്തിനുള്ളത്. അതുപോലെ ഏറ്റവും ലാസ്റ്റ് വൺ അവരുടെ ഒരു പ്രത്യേകതയാണ് വലിയ കുളിപ്പുരകൾ, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയും. മോഹൻജദാരോയിലാണ് ഇത് കണ്ടെത്തിയത് ആദ്യമായിട്ട്. വലിയ കുളിപ്പുരകളും ഈ നഗരത്തിൽ കണ്ടുവന്ന ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്?
ഹാരപ്പൻ പട്ടണങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്, കോട്ടയും കീഴ്പട്ടണവും. കോട്ടയിലെ ഭരണവർഗവും കീഴ്പട്ടണത്തിലെ സാധാരണ ജനങ്ങളുമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? അവരുടെ വീടുകളിലെ ആസൂത്രിതമായിട്ടുള്ള തെരുവുകളുടെ ചുറ്റുമാണ് അവർക്ക് വീടുകളുള്ളത്. വീടുകൾ ഒരു നിലയും രണ്ട് നിലയും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് ആണ്, വളരെയധികം വൃത്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രധാനപ്പെട്ട ടൗൺ പ്ലാനിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത്? അഴുക്ക് ചാൽ സമ്പ്രദായം, ഡ്രൈനേജ് സിസ്റ്റം എന്ന് പറയും. അതുപോലെ നാലാമത്തത് വലിയ കുളിപ്പുരകളും ഈ ഒരു സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളിപ്പോ ഹാരപ്പൻ സംസ്കാരത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസ്, അവരുടെ ഒരു മതപരമായിട്ടുള്ള റിലീജിയസ് ലൈഫ്, മൂന്നാമതായിട്ട് ഒരു ടൗൺ പ്ലാനിങ്, ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട നഗരാസൂത്രണത്തെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്ത് പറഞ്ഞു? ട്രേഡ് പറഞ്ഞു അല്ലെ? വ്യാപാരം, കച്ചവടം വളരെയധികം ചെയ്തിരുന്ന അല്ലെങ്കിൽ വ്യാപാരത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കൂട്ടരായിരുന്നു ഹാരപ്പൻ സംസ്കാരം, അല്ലെങ്കിൽ അതൊരു സാമ്പത്തിക മാർഗമായിട്ട് ഉൾക്കൊണ്ടവരായിരുന്നു. അപ്പൊ അവിടെ വ്യാപാരത്തെ കുറിച്ച് നോക്കാം. വളരെയധികം ആഭ്യന്തര വിദേശം, അവരുടെ ഉള്ളിലും പുറത്തൊക്കെ നല്ല വ്യാപാരം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു വ്യാപാരത്തെ കുറിച്ച് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിലെ ആളുകൾ നന്നായിട്ട് വ്യാപാരം ചെയ്തിരുന്നവരായിരുന്നു. ഇത് തെളിവ് വെച്ചിട്ടൊന്ന് പറയാൻ. അപ്പൊ നമുക്ക് തെളിവ് വെച്ചിട്ട് നോക്കാം. അങ്ങനെ വ്യാപാരം ചെയ്തിരുന്നു മാത്രം പറഞ്ഞാൽ പോരല്ലോ. ആരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് ഏതൊക്കെ പ്രദേശങ്ങളുമായിട്ടാണ് വ്യാപാരം ചെയ്തെന്ന് നമ്മൾ അറിയണം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ഹാരപ്പൻ ജനതയ്ക്ക് വിപുലമായിട്ടുള്ള ആഭ്യന്തര വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു. ഉള്ളിലും ഉണ്ടായിരുന്നു, പുറത്തും ഉണ്ടായിരുന്നു. പ്രധാന പട്ടണങ്ങളിലെ കൂറ്റൻ കലവറകൾ അതിന്റെ തെളിവുകളാണ് കേട്ടോ. പ്രധാന പട്ടണങ്ങളിലെ കൂറ്റൻ കലവറകൾ, സീലുകള്, അതുപോലെ തന്നെ ലോഥലിൽ കണ്ടെത്തിയ, ലോഥൽ ഒരു പ്രധാനപ്പെട്ട ഹാരപ്പൻ പട്ടണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ലോഥലിൽ കണ്ടെത്തിയ കപ്പൽ സങ്കേതം, ഇവയെല്ലാം ഇതിന്റെ തെളിവുകളാണ്. അപ്പൊ സീലുകളും അതുപോലെ തന്നെ കലവറകളും, കൂറ്റൻ കലവറകളും, പിന്നെ കപ്പൽ എന്തിനാണ്? അഫ്കോഴ്സ് നമുക്ക് വ്യാപാരം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് കപ്പൽ. അപ്പൊ ലോഥലിൽ കണ്ടെത്തിയ കപ്പലുകളൊക്കെ എന്താണ്? ഹാരപ്പൻ സംസ്കാരത്തിന് നല്ല ആഭ്യന്തര വിദേശ വ്യാപാരം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളുമായിട്ടാണ് കൂടുതലായിട്ട് വ്യാപാരം നടത്തിയത് നോക്കാം. മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ക്രീറ്റ് എന്നീ പ്രദേശങ്ങൾ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളായിരുന്നു. നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, ക്രീറ്റ്. അതുപോലെ തന്നെ പുറത്ത് വിദേശവുമായിട്ടും ഉണ്ടായിരുന്നു. സൂസ, ഉർ തുടങ്ങിയ മെസപ്പൊട്ടോമിയൻ നഗരങ്ങളിൽ നിന്നും ഏകദേശം 2 ഡസൻ ഹാരപ്പൻ മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തെളിവ് വെച്ച് എഴുതാൻ പറയുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. കാരണം അത്തരം സീലുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇവരിവിടെ എത്തിയിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളാണ്. അതുപോലെ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള പ്രദേശങ്ങളായിട്ടുള്ള ഫൈൽക്ക, ബഹ്റൈൻ എന്നീ സൈറ്റുകളിൽ നിന്നും ഇത്തരം മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ബഹ്റൈനിലും അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ക്രീറ്റ് എന്നീ പ്രദേശങ്ങളൊക്കെ ആയിട്ട് ആർക്കുണ്ടായിരുന്നു? ഹാരപ്പൻ സംസ്കാരത്തിന് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു വ്യാപാരത്തെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തെളിവ് വെച്ചിട്ട് നമ്മൾ എഴുതേണ്ടത്. വളരെയധികം ആഭ്യന്തര വിദേശ വ്യാപാരം ഉണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ് ഇത് വ്യാപാരം. അപ്പൊ തെളിവ് വെച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചു ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു എക്കണോമിക് ലൈഫ്, അവരുടെ ഒരു സാമ്പത്തിക തൊഴിൽ എന്തൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ അവരുടെ ഒരു മതപരമായിട്ടുള്ള കാഴ്ചപ്പാട്, റിലീജിയസ് ലൈഫ് പഠിച്ചു. അവരുടെ ഒരു ടൗൺ പ്ലാനിങ് അല്ലെ, അവരുടെ നഗരാസൂത്രണം പഠിച്ചു. ലാസ്റ്റ് ആയിട്ട് അവരുടെ ട്രേഡ്, അവരുടെ വ്യാപാരത്തെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, എന്തായാലും ഈ ഒരു സംസ്കാരം തകർന്നു പോയില്ലേ, ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അല്ലെ? അപ്പൊ ഓൾറെഡി ആ സംസ്കാരം തകർന്നു. എന്നിട്ട് അടുത്ത സംസ്കാരം വന്നു. ആര്യന്മാരാണ് പിന്നീട് ഇവിടെ വന്നത്. നമ്മൾ അടുത്ത പാഠത്തിൽ അതാണ് പഠിക്കുന്നത്, വേദ കാലഘട്ടം. ഇപ്പൊ നമ്മള് ഹാരപ്പൻ കാലഘട്ടം, ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു, വേദ കാലഘട്ടത്തെ കുറിച്ചായിരിക്കും. അപ്പൊ ഹാരപ്പൻ സംസ്കാരം തകർന്നു. അപ്പൊ എങ്ങനെയായിരിക്കും തകർന്നിട്ടുണ്ടാവുക? നമുക്കിപ്പോ കുറച്ച് കാരണങ്ങൾ നോക്കാം. ഹാരപ്പൻ സംസ്കാരം തകർന്നതിനുള്ള കാരണങ്ങൾ, ഇതൊക്കെ ഓരോ സ്കോളേഴ്സ് ഇതിൽ അന്വേഷണം നടത്തിയ ആളുകളുടെ ഊഹാപോഹങ്ങളാണ്. ഇപ്പൊ 4 കാരണങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. 4ഉം ഊഹാപോഹങ്ങളാണ്. ഇങ്ങനെയാകാം അല്ലെങ്കിൽ ഇങ്ങനെയാകാം, നമ്മൾ ഗസ് ചെയ്യാണ്. കാരണം നമ്മൾ ആ കാലഘട്ടത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ ഊഹിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള സ്കോളേഴ്സിന്റെ അഭിപ്രായങ്ങൾ. അപ്പൊ ഡിക്ലൈൻ ഓഫ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാ പറയാം. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ പതനം എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് മേ ബി എക്സാമിന് ചോദിക്കാം, അനാലിസ് ദ ഡിഫറെന്റ് തിയറീസ് പുട്ട് ഫോർവേഡ് ബൈ ദ സ്കോളേഴ്സ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ, ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതനത്തിനുള്ള കാരണങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് ഫസ്റ്റ് കാരണം നോക്കാം.
വർഷപാതത്തിൽ വന്ന മഴയുടെ കുറവ് സിന്ധു പ്രദേശത്ത് ഒരു മരുഭൂമിയാക്കി മാറ്റി. നമ്മൾ പറഞ്ഞു അല്ലെ, സിന്ധു നദീതീരത്താണ് ഹാരപ്പക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വർഷപാതത്തിൽ എന്ത് ചെയ്തു? മഴ കുറഞ്ഞു. അങ്ങനെ ഒഴുകുന്ന സിന്ധി നദി എന്ത് ചെയ്തു? മരുഭൂമിയായി. അപ്പൊ അവർക്ക് വെള്ളം കിട്ടാതായി, അല്ലെങ്കിൽ അവർക്ക് കൃഷിക്ക് വെള്ളം ഇല്ലാതായി. അങ്ങനെയൊക്കെ മരുഭൂമി ആയതുകൊണ്ടാണ് ആ ഒരു സംസ്കാരം തകർന്നു പോയത് എന്നാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം അതുപോലെ ഒരു അഭിപ്രായമാണ്, സിന്ധു നദിയുടെ കാലക്രമത്തിൽ ഉണ്ടായ ഗതിമാറ്റം മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുത്തി. ഇതുമൂലം ജനങ്ങൾ നാടുവിട്ടിരിക്കണം. അതായത് സിന്ധു നദിയുടെ ഒഴുക്ക് മാറിയപ്പോൾ വളക്കൂറ് നഷ്ടപ്പെട്ടപ്പോൾ പിന്നെ കൃഷിയൊന്നും വല്ലാതെ ഫലിക്കാതായി. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നാട് വിട്ടിരിക്കണം. അങ്ങനെ ഈ ഒരു സംസ്കാരം തകർന്നു പോയി എന്നൊരു അഭിപ്രായമാണ് മറ്റേത്. ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു, ഇത് കഴിഞ്ഞ് ആരാണ് ഇങ്ങോട്ട് വന്നത്? ആര്യന്മാരാണ് അല്ലെ. അപ്പൊ ആര്യന്മാരുടെ ആര്യന്മാർ ഇവരെ ആക്രമിച്ച് ഇവരെ നശിപ്പിച്ചിരിക്കാം എന്നതാണ് മൂന്നാമത്തെ ഒരു അഭിപ്രായം. ഇനി നാലാമത്തെ അഭിപ്രായം നമുക്ക് ഗസ് ചെയ്യുന്ന പോലെ തന്നെ വല്ല ഭൂകമ്പമോ കൊടുങ്കാറ്റോ ഉണ്ടായിട്ടുണ്ടാകും. അത് കാരണം നഗരങ്ങളാകെ നശിച്ചു പോയേക്കാം എന്നതാണ് നാലാമത്തെ ഒരു അഭിപ്രായം. അപ്പൊ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതന കാരണങ്ങളാണ് നാലെണ്ണാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന്, മഴ കുറഞ്ഞുകൊണ്ട് എന്തായിരിക്കും? അത് മരുഭൂമിയായി. അങ്ങനെ ഈ ഒരു സംസ്കാരം തകർന്നു. രണ്ടാമത്തെ എന്താണ്? മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ നാട് വിട്ടിരിക്കാം. മൂന്നാമത്തെ എന്താണ്? ആര്യന്മാർ വന്ന് ഇവിടെ ആക്രമണം നടത്തി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ഒരു സംസ്കാരം ഇല്ലാതായിട്ടുണ്ടാവാം. നാലാമത്തത് വല്ല ഭൂകമ്പമോ കൊടുങ്കാറ്റോ വന്നതുകൊണ്ടായിരിക്കാം ഈ ഒരു സംസ്കാരം ഇല്ലാതായത്. ഇത്തരത്തില് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പതന കാരണങ്ങൾ നാലെണ്ണാണ് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, രസകരമായിട്ടുള്ള, മനോഹരമായിട്ടുള്ള പാഠമാണ്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. List 2 major economic activities that were common in Harappan civilization. ഹാരപ്പൻ സംസ്കാരത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും 2 എക്കണോമിക് ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 4 പഠിച്ചു അല്ലെ. ഏതൊക്കെയാ? കൃഷി, മൃഗപരിപാലനം, ഇൻഡസ്ട്രീസ് ആൻഡ് ക്രാഫ്റ്റ്സ്, വ്യാപാരം. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത്, ഡിസ്ക്രൈബ് ദ റിലീജിയസ് ബിലീഫ്സ് ഓഫ് ഹാരപ്പൻസ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഒരു മതപരമായിട്ടുള്ള ജീവിതം, റിലീജിയസ് ലൈഫ് നമ്മൾ പഠിച്ചു. മൂന്നാമത്തത്, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഹാരപ്പൻ ടൗൺ പ്ലാനിങ്. ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഹാരപ്പൻ ഹാഡ് ട്രേഡ് കോൺട്രാക്ട് വിത്ത് അതർ കൺട്രീസ് ബൈ സൈറ്റിംഗ് എവിഡൻസസ്. ഹാരപ്പൻത്തെ ആളുകൾക്ക് മറ്റു പ്രദേശങ്ങളുമായിട്ട് വളരെയധികം വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഇത് തെളിവുകൾ വെച്ച് പറയാനാണ് പറഞ്ഞത്. നമ്മൾ പഠിച്ചില്ലേ? യെസ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക, ആ ഭാഗം കേൾക്കുക, ദെൻ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. Last one, analyze the different theories put forward by the scholars on the decline of Harappan civilization. ഹാരപ്പൻ സംസ്കാരം തകരാനുള്ള കാരണങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആ കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ അതും പഠിച്ചു. അപ്പൊ ഇത്രയാണ് ഇതിന് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 2 മാർക്കിനും 3 മാർക്കിനും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് 2 മാർക്കും 3 മാർക്കും മാത്രമാണ് വരിക? അല്ല, ഒബ്ജക്റ്റീവ് ടൈപ്പും വരുന്നുണ്ട് അല്ലെ. അത് നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് നോക്കാം. ഫസ്റ്റ് വൺ, ഹു ഡിസ്കവേർഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ? ആരാണ് ഈ ഒരു ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത്? ആരാണ്? നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ, ഇപ്പൊ പറയാം. ആരാണ്? സർ ജോൺ ഹ്യൂബർട്ട് മാർഷൽ ആണ് കേട്ടോ. സർ ജോൺ ഹ്യൂബർട്ട് മാർഷൽ, ജോൺ മാർഷൽ ആണ് ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയത്. ഇനി രണ്ടാമത്തെ ഒരു MCQ ക്വസ്റ്റ്യൻ ആണ്, വൈ ഇസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ കോൾഡ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ? സിന്ധു നദീതട സംസ്കാരം എന്തുകൊണ്ടാണ് ഹാരപ്പൻ സംസ്കാരം എന്നറിയപ്പെടുന്നത്? 1 വേർഡിന് മേ ബി ചോദിക്കാം. എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് ഈ സംസ്കാരത്തിന്റെ ആദ്യ ഉത്ഖനനം? നമുക്ക് ഇതിന്റെ സോഴ്സ് കിട്ടിയത് എവിടുന്നാണ്? ഹാരപ്പ എന്ന പ്രദേശത്ത് നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഹാരപ്പ ഇസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് വിച്ച് റിവർ? അതായത് സിന്ധു നദി അല്ലെ? അല്ല, ഹാരപ്പ എന്ന പ്രദേശം ഏത് നദിയുടെ തീരത്താന്നാണ്? ഹാരപ്പൻ സംസ്കാരത്തിലെ ആളുകൾ എവിടെയാ താമസിച്ചെന്നല്ല, ഹാരപ്പ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ്. ആ ഒരു സ്ഥലം ഏത് നദിയുടെ തീരത്താന്നാണ്? അപ്പൊ എന്താണ്? രവി നദി കേട്ടോ. നമുക്ക് MCQ ഇങ്ങനെ അവര് നമ്മളിങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഏതാണ്? രവി നദിയാണ്, റിവർ രവിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വേർ വാസ് ദ ഗ്രേറ്റ് ബാത്ത് ഡിസ്കവേർഡ്? നമ്മൾ പറഞ്ഞു ഹാരപ്പൻ ടൗൺ പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ് വലിയ കുളിപ്പുര അല്ലെ. അപ്പൊ ഈ ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് ഡിസ്കവേർഡ്, കണ്ടെത്തിയതെന്ന് ചോദിക്കുന്നത്? എവിടെയാണ്? മോഹൻജദാരോയിലാണ് കേട്ടോ. അടുത്തത്, ഹൗ വാസ് ദ ഹാരപ്പൻ സ്ക്രിപ്റ്റ് റിട്ടൺ? ഹാരപ്പന്റെ ഒരു സ്ക്രിപ്റ്റ്, അതിന്റെ ഒരു എന്താ പറയാ, ഹാരപ്പൻ ലിപി എങ്ങനെയാണ് എഴുതിയിരുന്നത് എന്നാണ്. അപ്പൊ ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് കേട്ടോ. നമ്മൾ അറബിയൊക്കെ എഴുതുന്നത് പോലെ വലത്ത് നിന്ന് ഇടത്തോട്ടാണ്, റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഹാരപ്പൻ ലിപി എഴുതിയിരുന്നത്. ലാസ്റ്റ് വൺ, ഹു ഡിസ്കവേർഡ് മോഹൻജദാരോ? ആരാണ് മോഹൻജദാരോ കണ്ടെത്തിയത്? RD ബാനർജി ആണ് കേട്ടോ.
അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇതിന് MCQ ആയിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനിയും ചോദ്യങ്ങളുണ്ട്, നമുക്ക് ടോട്ടലി ഫുള്ള് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യും, ബാക്കി MCQ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക. ദെൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ സ്ക്രീൻ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, അത് വായിച്ചു നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമ്മിങ് ലൈവ് ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. എനിവേ, ഈ ഒരു ക്ലാസ് നന്നായിട്ട് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്